രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്ന ഒരു ഓട്ടമേ. പിന്നെ ഇവന്മാർ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ടാട്ടോ സമാധാനമായിട്ടൊന്ന് ഇരിക്കുക. അപ്പോൾ പിന്നെ ഇന്നും ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ പുട്ടിനുള്ള പൊടിയൊക്കെ കഴിച്ച് വെച്ച് അന്നേരത്തേക്ക് അവൻ എൻ്റെ അടുത്ത് കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് ഓടിപ്പോയിട്ടെ ഹരിക്കുട്ടൻ അതിനകത്ത് കൈയിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ ഒരു കുഞ്ഞു വഴക്കൊക്കെ പറഞ്ഞ് ഓടിപ്പിച്ചു കേട്ടോ. പിന്നെ അന്നേരത്തേക്കും ചായയൊക്കെ തിളച്ച് ചായയൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നേ. ചായ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് ആവി വന്നായിരുന്നു കേട്ടോ. പിന്നെ താരോട്ടം വേഗം കുളിച്ചിട്ട് വന്നു. പിന്നെ അവനെ റെഡിയാക്കുന്ന ഒരു തത്രപ്പാടില്ലായിരുന്നേ. സാധാരണ ഇങ്ങനെ എന്താ പറയുക, റെഡിയാകാനൊന്നും ഭയങ്കര മടിയുള്ള ആളാണ്. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എന്നാലും ക്രീമൊന്നും ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇന്ന് എന്താ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ എല്ലാത്തിനും നിന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു തരത്തിൽ അവന് പൗഡറൊക്കെ ഇട്ട് ക്രീമൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു. ആ സമയത്ത് തന്നെ ഹരിക്കുട്ടൻ ചായയും കടിയൊക്കെ ചോദിച്ചായിരുന്നു. അതിനിടയ്ക്ക് പോയി എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആൾ കുളിച്ചിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, തല ഒട്ടും തോർത്തിയിട്ടില്ലായിരുന്നു. മുടി ചെയ്യാൻ നേരത്താണ് അതെനിക്ക് കണ്ടത്. അപ്പോഴത്തേക്കും പിന്നെ അവന് വേഗം തലയൊക്കെ പിടിച്ച് നിർത്തി ഞാൻ തോർത്ത് വെച്ചു. അതിനിടയ്ക്ക് അവൻ ചീപ്പും കൊണ്ടൊക്കെ ചീകുന്നുണ്ട്. പിന്നെ ചീപ്പൊക്കെ മേടിച്ച് മുടിയൊക്കെ ചീകി കൊടുത്തേ. എനിക്ക് എൻ്റെ മക്കളെ രണ്ടുപേരെ എപ്പോൾ ചന്ദനം തൊടുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് എപ്പോൾ ചന്ദനം തൊട്ട് കൊടുക്കാറുണ്ട്. വീട്ടിലാണെങ്കിലും കൊടുക്കാറുണ്ട്, ഇനി എവിടെയെങ്കിലും പോകാറാണെങ്കിലും ചന്ദനം തൊട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. രണ്ടുപേർക്കും. ഹരിക്കുട്ടനെ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ ഉടുപ്പിടാത്തതുകൊണ്ടാണ് ഞാൻ അവനെ അധികം ക്യാമറയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാതിരുന്നത്. അപ്പം ആ സമയം കൊണ്ട് തന്നെ ഞാൻ പിന്നെ വേഗം അയൺ ബോക്സൊക്കെ എടുത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് അടുക്കാനും പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇലയൊക്കെ നടന്ന് ഓരോന്ന് അടിക്കും പെറുക്കിയൊക്കെ വെച്ച് ആ കൂട്ടത്തിൽ താരോട്ടം ചായ കൊടുക്കാൻ സമയമായപ്പോൾ പിന്നെ വേഗം പുട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പുട്ടും കടലക്കറിയായിരുന്നു ഇന്ന് രാവിലെ ചായക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായയും പുട്ടും കടലക്കറിയൊക്കെ എടുത്ത് താരോട്ടിന് കൊടുത്തു. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അവനെപ്പോൾ ഇങ്ങനെ കസേരയിൽ കാലൊക്കെ കയറ്റി വെച്ചിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. പുറത്തേക്ക് മുറ്റത്തേക്കൊക്കെ നോക്കി കഴിക്കാനാണ് പുള്ളിക്കാരന് ഇഷ്ടം. അവൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. താരോട്ടിന് അങ്ങനെ കടലയൊന്നും കഴിക്കാനാണ് കേട്ടോ. അപ്പത്തിന് കടലക്കറിയുടെ ചാറ് മതി എന്ന് പറഞ്ഞാൽ ചാറ് മാത്രം ഒഴിച്ചിട്ട് അവൻ കഴിച്ചത്. അവന് കടല അങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ആ സമയം കൊണ്ട് പിന്നെ ഹരിക്കൂട്ടനെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള ഓട്ടത്തിലാണ്. ഹരിക്കൂട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ ഭയങ്കര മടിയാട്ടോ. ഈ പറയുന്ന പോലെ എണ്ണക്കുപ്പി എടുക്കുമ്പോഴത്തേക്കും അവൻ വീടിന് ചുറ്റും കിടന്ന് ഓടും. അവൻ്റെ പുറകെ ഓട്ടമാണ് എൻ്റെ പരിപാടി. എന്നാലും ഇന്ന് ഞാൻ അവനെ ഓടാൻ വിടാതെ തന്നെ പിടിച്ചു കേട്ടോ. അവനെ വേഗം കുളിപ്പിച്ചിട്ട് വന്ന് റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി ബെൽറ്റ് ഇടാൻ നേരത്തെ ആൾക്കൊരു ഇച്ചിരി കൃത്യക്കേടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പിടിച്ച് നിർത്തി എടുത്തിട്ട് ബെൽറ്റൊക്കെ ഇടിപ്പിച്ചെടുത്തു. ഇല്ലെങ്കിൽ ഇതിന് വേറൊരു ബെൽറ്റ് ഉണ്ടായിരുന്നേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെൽറ്റ് എന്തോ ഒരു മാതിരി ബെൽറ്റ്, എനിക്ക് ഇടാൻ അറിയത്തില്ലായിരുന്നേ. അപ്പം ഞാൻ ഒരു തരത്തിൽ എന്തൊക്കെയോ ഇട്ടു. ഒരു ദിവസം ഇവൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഈ ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ അവിടുന്ന് താഴെ മുതൽ മുകളിൽ വരെ ഇവൻ്റെ പാൻറ് ഇറങ്ങിപ്പോൾ ഇവൻ വലിച്ചുകൊണ്ട് നടക്കും. പിന്നെ എനിക്ക് എന്തോ അല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ബെൽറ്റ് മേടിച്ചതാണ് ഇത്. അങ്ങനെ സ്കൂളിൽ വിടാനുള്ള നേരമായി കേട്ടോ. വണ്ടി വരാറായപ്പോഴത്തേക്കും ചേട്ടനേക്കാളും മുമ്പിൽ അനിയൻ ഓട്ടമായിരുന്നേ. വണ്ടിയുടെ സൈഡ് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഓട്ടം മുഴുവൻ ഓടുന്നത്. അപ്പോൾ എല്ലാം കുഞ്ഞു മക്കളാണേ. അപ്പോൾ ഓട്ടോ ആയിട്ടോ ഇവരുടെ വണ്ടി. അന്നേരത്തേക്കും വണ്ടിയൊക്കെ വന്നു. താരോട്ടിൻ്റെ ബാഗ് മുമ്പിലാണ് വെക്കാറ്. 2-3 ബാഗൊക്കെ മുമ്പിൽ വെക്കാറുണ്ട് കേട്ടോ. ബാക്കി ബാഗൊക്കെ പുറകിലാണ് വെക്കാറ്. അവൻ്റെ ബാഗിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മറയാറുണ്ട്. അതുകൊണ്ട് ഇവ ലൂസാക്കിയിട്ടാണ് എപ്പോൾ മൂടി അടയ്ക്കുന്നെങ്കിൽ ഞാൻ അടയ്ക്കാണെങ്കിൽ ടൈറ്റിൽ വെക്കും കേട്ടോ. അന്നേരത്തേക്കും പിന്നെ ഹരിക്ക് പോകേണ്ട സമയമായിട്ടോ. ഹരിക്കൊണ്ട് ഭയങ്കര സങ്കടമായി, ആരും വന്നിട്ടില്ല. അപ്പോൾ വിചാരിച്ചു കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കൂട്ടുകാരാരെങ്കിലുമൊക്കെ വന്നിട്ടാകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു.